എത്രയും സ്നേഹമുള്ളവരെ, പുല്ലൂർ ബാലൻ സ്മാരക മുനിസിപ്പൽ ലൈബ്രറിയും മലയാള കാല സാഹിത്യ സമിതിയും സംയുക്തമായിട്ട് നടത്തുന്ന 58 ദിന പുസ്തക ദിനാചരണത്തിലേക്ക് ഇന്ന് രണ്ടാം പുസ്തക നിരൂപണ പരിപാടിയിലേക്ക് നിങ്ങളേവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ നിരൂപണം ചെയ്യുന്ന പുസ്തകം കുഞ്ചൻ നമ്പ്യാറിനെ കുറിച്ചുള്ള പുസ്തകമാണ്. ശ്രീകൃഷ്ണദാസ് KL ആണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. യുക്തിബോധമുള്ള ഒരു മനുഷ്യനും നർമ്മബോധമുള്ള ഒരു സാഹിത്യകാരനുമായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. 1705 പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറശ്ശി മംഗലത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ജനനവും അദ്ദേഹത്തിന് പിന്നീട് വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ കവിത്വത്തിൽ ഒരു അപാരമായിട്ടുള്ള സ്ഥിതി ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ സോബിതാവ് അദ്ദേഹത്തെ പ്രത്യേകിച്ചും കോട്ടയം കിടങ്ങന്നൂരിൽ പള്ളി നായ്ക്കർ മുന്നി രവിക്കോറപ്പ് പോലുള്ള ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് അദ്ദേഹം വിദ്യ അഭ്യസിക്കാൻ വിചാരിച്ചു. അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെയാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ വളരെ സ്വായത്തമാക്കി പഠിച്ചു. നല്ല അസാമാന്യമായിട്ടുള്ള എന്നൊക്കെ പറഞ്ഞാൽ ഒരു പണ്ഡിതൻ, ഒരു ഭാഷാ പണ്ഡിതനായിട്ട് അദ്ദേഹം ആ വിഷയത്തിൽ ഭാഷാ പണ്ഡിതൻ നല്ല തികഞ്ഞ ഒരു ഭാഷാ പണ്ഡിതനായി തീർന്നു. മാത്തൂർ കുടുംബമായിട്ടുള്ള ഒരു ബന്ധമാണ്, ആത്മബന്ധം കൊണ്ട് മാത്രമാണ് ചെമ്പകശ്ശേരി രാജ്യത്തിലെ പ്രത്യേകിച്ചും അമ്പലപ്പുഴ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നത്. ഈ സമയത്ത് അമ്പലപ്പുഴയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞ ഒരു സമയമായിരുന്നു. അപ്പോൾ ഈ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം അമ്പലപ്പുഴ രാജ്യത്തിന് ഒരുപാട് അഭിവൃദ്ധികളുണ്ടായി. അവിടുത്തെ പാൽപ്പായസം കുടിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഈ അപാരമായിട്ടുള്ള വാക്സിദ്ധിയും അല്ലെങ്കിൽ സാഹിത്യസിദ്ധി ഉണ്ടായെന്നുള്ളതാണ് കാരണം. പ്രത്യേകിച്ചും അദ്ദേഹം ഒരു നമ്പ്യാരായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുലത്തൊഴിൽ എന്ന് പറയുന്നത് മിഴാവ് കൂട്ടലായിരുന്നു. ഒരു സശ്രദ്ധമായിട്ട് മിഴവ് കൂട്ടിയപ്പോൾ ചാക്യാരതിനെ കളിയാക്കി പരിഹസിച്ചു. പിറ്റേന്നാണ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞാൽ കല്യാണ സൗഗന്ധിയും എന്ന് പറയുന്ന ഒരു ആദ്യമായിട്ടുള്ള തുള്ളൽ കൃതി എഴുതി കഥകളിയിലെ രൂപവും പടയണിയിലെ രൂപവും വെച്ചിട്ട് ഒരു ഓട്ടംതുള്ളൽ കഥയായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചും എന്നൊക്കെ പറഞ്ഞാൽ ആക്ഷേപഹാസ്യത്തിന് സമകാലിക സാഹിത്യത്തിന് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. അപ്പോൾ എന്താ പറയുക, സദസ്യരെ കളിയാക്കാനും അതേപോലെ ഗുണവേർനായിട്ടുള്ള ബ്രാഹ്മണനെ അഴിമതിക്കാരായ രാജാക്കന്മാരെയൊക്കെ അദ്ദേഹം ഓട്ടൽ തുള്ളൽ കൃതിയിലൂടെ തീർച്ചയായിട്ടും അധിക്ഷേപിച്ചിരുന്നു, പരിഹസിച്ചിരുന്നു. ആ അധിക്ഷേപവും പരിഹാസങ്ങൾ പോലും പലരും ഏറ്റുവാങ്ങിയിരുന്നു. ബഹുഭൂരിഷം ജനങ്ങൾ ആസ്വദിച്ചിരുന്നു. എന്തിനും ഒരു കഷ്ടകാലം ഉണ്ടായില്ല. നമ്മുടെ തിരുവിതാംകൂർ രാജ്യം നമ്മുടെ ചെമ്പകശ്ശേരി അമ്പലപ്പുഴ രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കി. ഈ സമയത്ത് തീർത്തും ഒരു നീരസത്തോടെ അദ്ദേഹം തിരുവനന്തപുരത്ത് കാർത്തികരുന്നാൾ മഹാരാജാവിനോടൊപ്പം താമസമായി. അപ്പോൾ കാർത്തികരുന്നാളിനെ എന്താ പറഞ്ഞാൽ നമ്മുടെ കുഞ്ചൻ നമ്പ്യാരെ നേരിട്ട് അറിയായിരുന്നു. പക്ഷേ കുഞ്ചൻ നമ്പ്യാരായിട്ടുള്ള സ്നേഹം ഇത്രയും കൂടി അദ്ദേഹം കുടിച്ച് സ്നേഹവും ബഹുമാനവും കാണിച്ചപ്പോൾ പഴയ നീരസമൊക്കെ പോയി. പിൽക്കാലത്ത് തിരുവനന്തപുരം രാജകൊട്ടാരത്തിൽ നിന്നുകൊണ്ടാണ് പ്രസിദ്ധമായിട്ടുള്ള തുള്ളൽ കൃതികൾ എഴുതിയിട്ടുള്ളതെന്നാണ്. പ്രത്യേകിച്ച് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത് സ്ത്രീവിരോധികളെ സ്ത്രീകളെ വർണ്ണിച്ചുകൊണ്ടും അവരെ മഹത്വവൽക്കരിക്കാനായിട്ട് അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ മുഴുവൻ പുരുഷന്മാരെ മാത്രം കേന്ദ്രീകരിച്ചുള്ളായിരുന്നു. പുരാണവും ഇതിഹാസവും കൊടുത്താണെങ്കിലും നമ്മുടെ മലയാള ഭാഷയിലും പ്രത്യേകിച്ചും ശുദ്ധമായിട്ടുള്ള മലയാള ഭാഷയിൽ ആക്ഷേപഹാസ്യത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷം. ഇപ്പോൾ പറയങ്കം തുള്ളൽ, ശീതങ്ക തുള്ളൽ ഇതുപോലുള്ള തുള്ളൽ പദങ്ങളുണ്ട്. ആഹാരം, സാത്വികം, വാംചികം എന്നീ പോലുള്ള പദരൂപങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം കേരളീയ സദ്യത്തെ ഇത്രയും മനോഹരമായിട്ട് തൻ്റെ തുള്ളൽ കൃതികളിലൂടെ കേരളീയ സദ്യത്തെ പപ്പടവും പഴവും പായസവും അച്ചാറും സാമ്പാറും ഇതൊക്കെ പോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളെ നല്ല രീതിയിൽ വർണ്ണിക്കാനും ആ വർണ്ണിച്ചതെല്ലാം തൻ്റെ തുള്ളൽ കൃതികൾ ഉൾക്കൊള്ളിക്കാനും അദ്ദേഹം രചിച്ചു. അദ്ദേഹം 1770 65-ാം വയസ്സിൽ അദ്ദേഹം പേയിളകി മരിക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരു പേപ്പട്ടി അദ്ദേഹത്തെ കടിച്ചെങ്കിൽ പോലും അദ്ദേഹം പദ്യമൊന്നും നോക്കിയിരുന്നില്ല. അപ്പോൾ സദ്യ കഴിച്ച് നാരങ്ങാച്ചാർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പേയിളകി മരിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും അദ്ദേഹം ജീവിക്കുന്നിടത്തോളം വെറും 65 വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതമെങ്കിലും മലയാള സാഹിത്യത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ക്ഷേത്രകലയെയും അതുപോലെ ഒരുപാട് തുള്ളൽ കൃതികളും വെച്ചിട്ട് നമ്മുടെ ഈ കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്ന മലയാളിയുടെ ജീവിതത്തിലെ സ്വകാര്യാഭിമാനമാണ്. ഈ പുസ്തകം ഈ ജീവചരിത്രമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കടൽ കായലായത് പോലെ ഈ പുസ്തകരചയിതാവിന് ഒരുപാട് അപൂർണതകളുണ്ട്, ഒരുപാട് അപചയങ്ങളുണ്ട്. പ്രത്യേകിച്ചും എന്തൊക്കെ പറഞ്ഞാൽ അദ്ദേഹം നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞ കായൽ കണ്ട് കടലാണെന്ന് പറഞ്ഞാലുള്ള അവസ്ഥ വിശേഷം വായനക്കാരനെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാനും വായനക്കാരന് പല ആശയം കുഴപ്പങ്ങളിലെത്തുന്നു. ഒരു പുസ്തക രചയിതാവ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അറിവ് ശരിക്കും വ്യക്തമായിട്ട് സമാഹരിച്ചിട്ട് വേണം ഒരു പക്ഷേ പറഞ്ഞാൽ, അല്ലെങ്കിൽ തോട് കണ്ട് പുഴയാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എന്നൊക്കെ പറഞ്ഞാൽ വായനക്കാരൻ തന്നെ വഴിതെറ്റിപ്പോവും. അറിവ് എപ്പോഴും പൂർണ്ണമാവണം. അറിവ് അപൂർണമാകുമ്പോൾ വായനക്കാരൻ സമവിഡ്ഢിയാവുകയും ചെയ്യും. അപ്പോൾ ഈ പുസ്തകം
ഒരു പൂർണ്ണതയില്ലാത്ത ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിന് ഒരുപാട് പോരായ്മകളുണ്ട്. അപ്പോൾ ഇത്തരം പുസ്തകങ്ങളൊക്കെ വായനക്കാരെ വഴിതെറ്റിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അറിവ് എപ്പോഴും അത് നല്ല രീതിയിൽ ഗവേഷണാത്മകമായിട്ട് അതേ സംബന്ധിച്ച് ഉൾക്കൊള്ളാനും വിലയിരുത്താനും അതിനുപയോഗിച്ച ശേഷം ഒരുപാട് നിരീക്ഷണങ്ങൾക്ക് ശേഷം മാത്രമേ ആരും ജീവചരിത്ര പുസ്തകം ഈ ശ്രീകൃഷ്ണദാസ് KL പോലും എഴുതാൻ പാടുള്ളൂ എന്ന് ഓർമ്മിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ പുസ്തക നിരൂപണത്തിൽ ഈ പരിപാടി കാണണം, വിലയിരുത്തണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ പുസ്തകത്തിലെ ഒരു കാര്യം വായിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. മലയാള ഭാഷയ്ക്ക് നവചൈതന്യവും ശക്തിയും നൽകിയ കവി എന്ന നിലയിൽ തുഞ്ചത്തെഴുത്തച്ഛനെ മലയാള ഭാഷയെ പിതാവെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ മലയാള ഹാസ്യ സാഹിത്യത്തിൻ്റെ പിതാവ് കുഞ്ചൻ നമ്പ്യാർ ആണ്. ഈ മഹാപ്രതിഭാശാലി മഹാകവിയാണ് എന്നുള്ള അഭിപ്രായത്തിന് യാതൊരു വകയുമില്ല. കുഞ്ചൻ നമ്പ്യാർ ഏവർക്കും സ്വന്തം കൃതികളിലെ നമ്പ്യാർ അനുഗ്രഹം ചൊരിയുന്നുണ്ടാവും. പുസ്തക നിരൂപണത്തിൽ ഈ പരിപാടി നിങ്ങളെല്ലാവരും കാണണം, വിലയിരുത്തണം. അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കിലൂടെ ചുരുക്കുന്നു. നമസ്കാരം.